aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മകന് പെണ്ണ് കിട്ടിയത്. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം വർഗീസ്, ഗുജറാത്തിൽ സുദീർഘ വർഷങ്ങളായി കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവവൃത്തിൽ തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ സംബന്ധിപ്പാൻ കോണം സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഡാനിയൽ ജോൺ അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ അരോമ ടിവിയുടേതായ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേക പ്രോഗ്രാമുകൾ ഞാൻ കേൾക്കാറുണ്ട്. കേൾക്കുവാനും അതിൽ സന്തോഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ പ്രദാനം ചെയ്തു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ സമയം നൽകിയ ദൈവദാസനോട് എൻ്റെ കുടുംബത്തിൻ്റെയും മക്കളുടെയും പേരിൽ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. 1962 ഞാൻ കോട്ടയത്ത് ജനിച്ചത്. എൻ്റെ ജന്മനാട് കോട്ടയം അമേന്നൂരാണ്. എൻ്റെ മാതാവിൻ്റെ വീട് കൊമരകത്താണ്. 2 കുടുംബങ്ങളിലുള്ളവരും എല്ലാവരും ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ആയിരുന്നവരാണ്. ഞങ്ങളും അതേ പശ്ചാത്തലത്തിൽ വളർന്നു വന്നു. എനിക്ക് ഏതാണ്ട് 6 വയസ്സുള്ളപ്പോഴാണ് കോട്ടയത്ത് നിന്നും ഇടുക്കിയിലേക്ക് പോയി ഞങ്ങളുടെ അപ്പച്ചൻ വല്യപ്പച്ചനൊക്കെ ആയിട്ട് അവിടെ പോയി കുടിയേറി താമസം ആരംഭിച്ചു. ഞങ്ങൾ അവിടെ കടന്നുപോയി. ഇടുക്കിയിലാണ് വളരാൻ ഇടയായത്. 1984 ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ കൊണം ഇടയായത്. 84 തന്നെ ദൈവവചനം പഠിക്കുവാനുള്ളതായ ഒരു അവസരം എനിക്ക് ലഭിച്ചു. 84 മുതൽ 86 വരെ ദൈവവചനം മല്ലപ്പള്ളി സിയോൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ കൊണം ഇടയായി. അതേ തുടർന്ന് ഡൽഹിയിലേക്ക് കടന്നുപോയി. ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ബന്ധത്തിൽ അവിടെ പ്രവർത്തിപ്പാനും താമസിപ്പാനും ഇടയായി. അതേ തുടർന്ന് IPCയോട് ചേരുവാൻ ഇടയായി. പാസ്റ്റർ KT തോമസിനെ പോയി കാണുവാനും അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോട് ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് 88 IPCയോട് ചേർന്ന് 88 മുതൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷനായിട്ട് ഇന്നുവരെയും സേവനമനുഷ്ഠിപ്പാൻ കോണം കർത്താവ് സഹായിച്ചു. എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഇളയ സഹോദരനും ഇളയ സഹോദരിയും എൻ്റെ മാതാവും പിതാവും മാത്രമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നത് നിമിത്തമായി ഞങ്ങളുടെ ദേശവാസികളായിരിക്കുന്ന സമുദായസ്ഥരായിരിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായ എതിർപ്പുകളും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കെതിരായിട്ടുണ്ടായി. അതേ തുടർന്ന് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ
വളരെ അഭികരിപ്പാൻ കൊണ്ടമിടയായി. സാമ്പത്തികമായ നഷ്ടങ്ങൾ, കുടുംബ ബന്ധങ്ങളുടേതായ അകൽച്ചകൾ, അങ്ങനെ പലവിധമാകുന്ന പ്രയാസ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മുതൽ ഇന്നുവരെയും അവരുടെ ആ പ്രവൃത്തികൾ ഇന്നുവരെയും അവരങ്ങനെ തുടർന്നുകൊണ്ട് ഇരിക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ നിമിത്തമായി ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം ഒന്ന് വിറ്റ് മാറി പാർക്കേണ്ടതായ ഒരു സാഹചര്യങ്ങൾ കൂടെ ഉണ്ടായി. 1984 മുതൽ ദൈവവചനം പഠിച്ച് ഡൽഹിയിൽ കടന്നുപോയി സുവിശേഷ വേല ആരംഭിച്ചിട്ട് 88 എൻ്റെ വിവാഹം നടക്കുവാനിടയായി. എൻ്റെ ഭാര്യയുടെ പേര് അന്നമ്മ എന്നാണ്. ചെല്ലാറൂരിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാംഗമാണ്. ചെല്ലാറൂർ 1-ാം മൈലിൽ താമസിക്കുന്നു. കാഞ്ഞിരവിളയിൽ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിവാഹിതനായത്. ഞങ്ങൾ വിവാഹിതരായി കുടുംബമായി നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്ന് പ്രവർത്തിച്ച് 2 മക്കളെ ദൈവം ദാനമായിട്ട് നൽകി. 2 മക്കളിൽ മൂത്ത മകൾ വിവാഹം ചെയ്ത് അയച്ചത് ഉത്തർപ്രദേശിൽ റായ്ബറേലി എന്ന സ്ഥലത്താണ്. റായ്ബറേലിയിൽ നിന്ന് അവർ വീണ്ടും കേരളത്തിലേക്ക് കടന്നു പോകാനിടയായി. കോവിഡിൻ്റെ ആ വിഷയത്തോട് ബന്ധത്തിൽ അവരുടെ മമ്മിയുടേതായ ജോലിയുടെ സർവീസ് കഴിഞ്ഞ് അവരെ മക്കളുമായിട്ട് കേരളത്തിൽ കറുകച്ചാൽ കടന്നുപോയി. ഇപ്പോൾ പാർക്കുന്നു. 2 കുഞ്ഞുങ്ങളുമായിട്ട് അവരവിടെ ആയിരിക്കുന്നു. 2ാമത്തേത് മകനാണ്. ഇപ്പോൾ ഞങ്ങളോടൊപ്പമുണ്ട്. ദൈവകൃപയാൽ അവന് സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ, അതായത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ശുശ്രൂഷ സമയത്ത് 10ാമത്തെ സഭയാണ് ഇപ്പോൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലം. ഗുജറാത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഒക്കണമായിട്ട് ഇടയായി. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം നടത്തിയത് കച്ചിലാണ്. കച്ചിൽ അനേക ഗ്രാമങ്ങൾ കടന്നുപോയി പ്രവർത്തിപ്പാനും ട്രാക്സുകൾ കൊടുക്കുവാനൊക്കെ ദൈവമിടയാക്കി. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൻ്റെ ഏതാണ്ട് 400ഓളം ഗ്രാമങ്ങൾ 2 മാസം കൊണ്ട് ഞങ്ങൾ സഞ്ചരിച്ച് എന്നോടൊപ്പം 3 ദൈവദാസന്മാരും കൂടെ ചേർന്ന് ഞങ്ങൾ 4 പേരെ ഒന്നിച്ച് 2 മാസമെടുത്ത് ഗുജറാത്തിൻ്റെ പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കടന്നുപോയി പ്രാർത്ഥിക്കുവാനും പലർക്കും ട്രാക്സുകൾ കൊടുക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ ഞങ്ങൾ അംഗ്ലേശ്വരത്ത് കർത്താവിൻ്റെ വേൽബന്ധത്തിൽ ആയിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ വളർന്ന ദേശം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. എന്നാൽ ഇടുക്കിയിൽ വെച്ച് വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തോട് ബന്ധത്തിൽ നിന്നു. ആ കാലഘട്ടങ്ങളിലാണ് രക്ഷിക്കപ്പെടുവാൻ തക്കണമായിട്ടിടയായത്. എൻ്റെ പിതാവ് ശരീരമായ സുഖമില്ലാതെ വളരെയധികം ഭാരപ്പെട്ട നാളുകളുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ആസ്മയുടെ ഒരു അസ്വസ്ഥതയാൽ വളരെയധികം ഭാരപ്പെട്ടിരുന്നുണ്ട്. വളരെ ചികിത്സകൾ അതിനുവേണ്ടി ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെയും കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. എന്നാൽ ആ ചികിത്സകൾക്കൊന്നും ഫലം കാണാതെയായി. ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളോടൊപ്പം എതിർപ്പുകൾ കൂടി. അന്ന് ഞങ്ങൾ സമുദായത്തിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. എങ്കിൽ പോലും അവർ പറഞ്ഞു, ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സകളൊക്കെ ചെയ്തു. പ്രയോജനങ്ങളൊന്നുമില്ലാതെ ഇരിക്കുമ്പോഴാണ് CSIയിലെ ഒരു മിഷണറി പ്രവർത്തനായ ജോസഫ് എന്നതായ ഒരു ദൈവദാസൻ, എനിക്കന്ന് ഏതാണ്ട് 14 വയസ്സ് ഉള്ളെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ആ ജോസഫ് പാസ്റ്റർ സുവിശേഷൻ കടന്നു വന്ന് ഞങ്ങളുടെ ഏരിയയിൽ വന്ന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ കടന്നു വന്ന പ്രാർത്ഥനകൾ ആരംഭിച്ചപ്പോൾ സമുദായക്കാർ, ഓർത്തഡോക്സുകാരും മർത്തോമാക്കാരും കത്തോലിക്കരും മാത്രമുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയുള്ള ആളുകൾക്ക് ഭയങ്കരമായ വിരോധം ആ ദൈവദാസനോട് ഉണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ വന്ന് അദ്ദേഹം താമസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തോട് എതിർക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി. ഞങ്ങളുടെ വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തെ തടയുകയും മേൽ ഞങ്ങളുടെ നാട്ടിൽ കയറരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അയക്കുകയൊക്കെ ചെയ്തിട്ട് നടന്നു. അങ്ങനെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും
ആ ദൈവദാസൻ നമ്മുടെ ആ ദേശത്ത് വന്ന്, ഞങ്ങളുടെ ദേശത്ത് വന്ന് സുവിശേഷീകരണം നടത്തി. സുവിശേഷീകരണം നടത്തിയ ആ കാലഘട്ടങ്ങളിൽ കർത്താവിനെ കുറിച്ച് കേൾക്കാനും അറിയാനും എൻ്റെയും ചെറിയ പ്രായത്തിൽ എനിക്കിടയായി. എൻ്റെ പിതാവിന് വേണ്ടി ആ ദൈവദാസൻ 2 പ്രാവശ്യം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ 2 പ്രാവശ്യവും രോഗസൗഖ്യം എൻ്റെ പിതാവിന് ലഭിക്കാൻ ഇടയായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വരികയും താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ചുറ്റുപാടുള്ളതായ വീടുകളിൽ, കുമളി 8-ാം മൈൽ, കൊച്ചറ ഭാഗങ്ങളൊക്കെ അനേക വീടുകളിൽ കയറി ഇറങ്ങി അദ്ദേഹം സുവിശേഷം പറയുവാനായിട്ട് ഇടയായി. അതിന് ആ സമയങ്ങളിൽ ഞങ്ങൾ സമുദായത്തിൽ തന്നെയാണ് പോകുന്നത്. പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്കോ CSI വിശ്വാസത്തിലേക്കോ പോകാതെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തന്നെ നിൽക്കുവാനിടയായി. തുടർന്ന് ചില നാളുകൾക്ക് ശേഷം, എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സ്വസ്ഥത മനസ്സിലില്ലാതെ വളരെയധികം ഭാരപ്പെട്ട നാളുകളുണ്ട്. സമാധാനം എന്ന് പറയുന്നത്, പണമുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, സ്നേഹിതരൊത്തിരി ഉണ്ട്, പക്ഷെങ്കിൽ ഹൃദയത്തിൽ സമാധാനമില്ല. ഏതൊരു കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും പരാജയം എന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളില്ല, നല്ല ചുറ്റുപാടുകളിൽ പാർക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത് കൊണ്ട് പണത്തിന്റെ ബുദ്ധിമുട്ടില്ല. രാഷ്ട്രീയ കാര്യത്തിൽ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുകൾ, കോൺഗ്രസിന്റെ സപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടുണ്ട്. അങ്ങനെ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ സ്നേഹിതനായിരുന്ന വണ്ടമേട് സബ് ഇൻസ്പെക്ടറായിരുന്ന ജോസഫ് സാർ, അദ്ദേഹം വിശ്വാസിയാകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ വിഷയങ്ങളിൽ ഞാൻ സംസാരിക്കുകയും അവിടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾക്ക് ഒരു പരിഹാരം വരുത്തുവാൻ ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കടന്നുപോയി തിരുവനന്തപുരത്ത് വെച്ച് ജോസഫ് സാർ രക്ഷിക്കപ്പെടുവാനിടയായി. അദ്ദേഹം അതിനുശേഷം വീണ്ടും അടുത്ത സ്ഥലം മാറ്റം വന്നപ്പോൾ ഇടുക്കിയിലേക്ക് സ്ഥലം മാറി വന്നു. സ്ഥലം മാറി വന്നപ്പോൾ ഞാനുമായി പണ്ടത്തെ ആ ബന്ധം വളരെ ദൃഢമായി. പെന്തക്കോസ്തുകാരനായ അദ്ദേഹം വന്നു. അദ്ദേഹം അവിടെ ഇടുക്കിയിൽ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ എന്നെ വന്ന് വിളിക്കും. എന്നോട് പറയുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് എന്നെ വന്ന് വിളിക്കും. അദ്ദേഹവുമായുള്ളതായ ആ പഴയ ബന്ധം കൊണ്ട് ചെല്ലത്തില്ലെന്ന് പറയാൻ ഒരു പ്രയാസം. നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹത്തോടൊപ്പം ഞാൻ പോവുകയും സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. ഇടുക്കിയിൽ മൂലമറ്റത്തുണ്ടായിരുന്ന N. ക്ലീറ്റസ് സാറ് അതുപോലെ ഒരു നല്ല സ്നേഹിതനായിരുന്നു. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ അദ്ദേഹം വിശ്രമിക്കുന്നു. അദ്ദേഹത്തെയും നല്ല ബന്ധമായിരുന്നത് കൊണ്ട് അദ്ദേഹം വിളിക്കുന്ന മീറ്റിങ്ങിൽ ഞാൻ കടന്നു പോകും, സംസാരിക്കും, പ്രസംഗം കേട്ടിട്ട് മടങ്ങിപ്പോരും. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരിക്കൽ ദൈവാത്മാവിനോട് ശക്തമായിട്ട് സംസാരിച്ചു. ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, സമാധാനം കണ്ടെത്തുവാൻ ഈ കർത്താവിൻ്റെ അടുക്കൽ മാത്രമേ സമാധാനമുള്ളൂ എന്ന് ക്ലീറ്റസ് സാർ ഒരിക്കൽ പ്രസംഗിച്ചത് മൂലമറ്റത്ത് വെച്ച് പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴമായി അത് പതിവാനിടയായി. പിറ്റേ ദിവസവും ജോസഫ് സാറാണ് തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിക്കുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ ദൈവത്തിനെ സംസാരിച്ചു. അന്ന് മുതൽ ഈ വചനത്തോടുള്ള ഒരു താല്പര്യം ഹൃദയത്തിൽ കടന്നു വരികയും രക്ഷിക്കപ്പെടുവാനിടയാകുകയും ചെയ്തു. രക്ഷിക്കപ്പെടുന്നത് 84-ലാണ് സ്നാനപ്പെട്ടതെങ്കിലും 83-ൽ മറക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ പള്ളിയിൽ വല്ല കാലത്ത് ഒന്ന് പോകും, സ്നേഹിതരുമായിട്ട് പോകും, മടങ്ങി വരും. 83-ൽ ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന്, എൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് 1.5 കിലോമീറ്റർ ദൂരെയുള്ളതായ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടുന്ന് തിരിച്ചു വരുന്ന വേളയിൽ പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് വരുമ്പോൾ എൻ്റെ കണ്ണിനകത്ത് എന്തോ ഒന്ന് വീണു. എന്താണെന്ന് അന്നും എനിക്കറിയില്ല, ഇന്നുവരെയും അറിയത്തില്ല. 2 കണ്ണിനകത്തും എന്തോ സ്പ്രേ ചെയ്ത പോലെ ആയി സംഭവിച്ചു. എന്തായാലും വാസ്തവം പറഞ്ഞാൽ അന്നേരമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വിരോധികൾ ഉള്ളതായ ആ സ്ഥലത്തൂടെ വേണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു വരാൻ.
കണ്ണിന് ഞാൻ കാഴ്ചയില്ലാതെ മടങ്ങി വരുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ വിരോധികളിൽ ഒരുപാട് പേരുണ്ട്, അവരിൽ ആര് കണ്ടാലും എന്നെ നിശ്ചയമായും എന്നെ വകവരുത്തി കളയുമെന്നുള്ളത് ഉറപ്പായി എൻ്റെ മനസ്സിൽ. എൻ്റെ കൈവശം ആയുധമുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് കണ്ണ് കാണാൻ കഴിയത്തില്ല. കണ്ണിന് നല്ല കാഴ്ചയില്ല, ദൂരക്കാഴ്ച ഒട്ടുമില്ല. തപ്പിത്തടഞ്ഞ് ഞാൻ ഒരു വിധത്തിൽ 1 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് നടന്ന് എൻ്റെ വീട്ടിൽ വന്ന്, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, തലയാഴ്ചയിൽ നമ്മുടെ പാസ്റ്റർ ഹാരിസ് റിച്ചാർഡ് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതല്ലേ, പാസ്റ്ററെ വിളിക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പാസ്റ്ററെ വിളിപ്പിച്ച് ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നാളെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട്, പക്ഷെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നടന്നു പോകാനായിട്ട്. എങ്കിലും ഞാൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. ചെന്ന് കാണിച്ചപ്പോൾ പുറ്റടി ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കണ്ണിന്റെ പ്രയാസങ്ങൾ കളർ മാത്രമേ ഉള്ളൂ, നാളെ അവിടെ ആകുമ്പോഴത്തേന് 2 ദിവസം കഴിയുമ്പോൾ കളർ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അതിനേക്കാൾ എൻ്റെ ഭീതി ഉണ്ടായിരുന്നത്, ഞാൻ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോകും, എന്നെ അവരെ വകവരുത്തും, ആരാ എന്നെ വകവരുത്തുന്നത് പോലും എനിക്ക് കാണാൻ ഒക്കത്തില്ലല്ലോ എന്നുള്ളതായ ഒരു ഭാരം എൻ്റെ ജീവിതത്തിൽ അലട്ടി. വാസ്തവത്തിൽ ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അന്നേരമാണ്. കർത്താവെ, ഞാൻ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകുമല്ലോ, എന്നെ അവര് വകവരുത്തി കളയുമല്ലോ എന്ന് ഞാൻ വളരെയധികം സങ്കടപ്പെടാനിടയായി. എങ്കിലും പരിശുദ്ധാത്മാവ് അതിന് ശേഷം എന്നോട് 3 മാസങ്ങൾക്ക് ശേഷം മാവേലിക്കരുള്ളതായ തോമസ് എന്നായ ഒരു ദൈവദാസൻ അണക്കര IPC സഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ട്, എന്നെ അദ്ദേഹത്തിന് അറിയത്തില്ല, എനിക്കും അദ്ദേഹത്തെ അറിയത്തില്ല. ഒരു സഭായോഗത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. രാഷ്ട്രീയ ജീവിതം ഇരിക്കുന്ന വ്യക്തിയോടാണ് പറയുന്നത്, രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന്. എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ഒട്ടും താല്പര്യമില്ല. എൻ്റെ സ്നേഹിതരും ഒക്കെ രാഷ്ട്രീയക്കാരും പറയും, പെന്തക്കോസ്തിൽ പൊക്കോ, പക്ഷെങ്കിൽ രാഷ്ട്രീയ ജീവിതം വിടരുത്, ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറയും. കാരണം അവർക്കെല്ലാം ഞാനൊരു നല്ല കൈത്താങ്ങലും സപ്പോർട്ടും കൊടുത്ത് ഞാൻ നിൽക്കുന്നത് കൊണ്ട് അവരോട് പറയും, ഒരു കാരണവശാലും വിട്ടു പോകണ്ട, പെന്തക്കോസ്തിലും പൊക്കോ, ഞങ്ങളോടൊപ്പം ഇവിടെ നിന്നോണമെന്ന് പറയുമായിരുന്നു. എന്നാൽ എൻ്റെ സഭയിൽ അന്ന് ശുശ്രൂഷിച്ച ദൈവദാസൻ ഹാരിസ് റിച്ചാർഡ് പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അതുകൊണ്ട് രാഷ്ട്രീയ ജീവിതം പാടില്ല, അത് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കുവാൻ കൺമടയായി. ഞാൻ വളരെ സന്തോഷത്തോട് ആ ദൈവദാസന്റെ വാക്കുകളെ കേട്ട് മാനിച്ച് ഒരു തീരുമാനമെടുക്കുവാനിടയായി. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് മുൻപോട്ട് ഇറങ്ങിത്തിരിച്ചു. എൻ്റെ മാതാവിൻ്റെ കുടുംബത്തിലുള്ളവരും പിതാവിൻ്റെ കുടുംബത്തിലുള്ളവരും ആരും തന്നെ ഇന്നും പെന്തക്കോസ്ത് വിശ്വാസത്തിലല്ല. ഇന്നും അവരുമായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളൊന്നും എനിക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. സ്വന്തം ദേശം വിട്ടിട്ട് ഏതാണ്ട് 40 വർഷത്തോളം തികയുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് നാട്ടിൽ കടന്നു പോകും. മുൻപുണ്ടായിരുന്നായ സ്ഥല സൗകര്യങ്ങളെല്ലാം വിൽക്കേണ്ടതായി വന്നു. കുടുംബക്കാരുടെ എതിർപ്പുകൾ നിമിത്തം അത് വിറ്റു. വിൽക്കാൻ കട്ടക്കോണം കാരണം വന്നിരുന്ന എൻ്റെ സ്നേഹിതരായിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ, അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾ ഇവരുടെ ഇടയിൽ കിടന്ന് വഴക്കൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വഴക്ക് പിടിക്കുകയല്ല, നിങ്ങളോട് ഇവർ വഴക്ക് പിടിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇതങ്ങ് വിറ്റിട്ട് മാറി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടുന്ന് ആ സ്ഥലമൊക്കെ വിറ്റ് മാറി പാർക്കാൻ തക്കണമായിട്ടിടയായി. അവിടെയൊക്കെ മുൻപിൽ ദൈവം ഞങ്ങളെ ഇന്നുവരെയും അത്ഭുതമായിട്ട് മാനിച്ചു. ദൈവം ഞങ്ങളെ സഹായിച്ചു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിപ്പാൻ തക്കണമിടയായി. കഴിഞ്ഞ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് കാർ അപകടമുണ്ടായി. 6 വാഹനങ്ങൾ ഒന്നിച്ച് ഇടിച്ചു. അതിനിടയ്ക്കത്തെ വാഹനം എൻ്റെ വാഹനമായിരുന്നു. മുമ്പിലും പുറകിലുമായിട്ട് എല്ലാം കൂടി 6 വാഹനങ്ങൾ ഇടിച്ചു. വാഹനം തകർന്ന് എങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും അല്പമായ ശരീരത്തിന് വേദനയും പ്രയാസം ഉണ്ടായെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ ദൈവം അത്ഭുതമായിട്ട് പരിപാലിച്ചു. അത് മുൻപൊരിക്കൽ
ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ യൂട്ടേൺ എടുത്തു വന്ന ഒരു മാരുതി വാൻ ഇടിച്ച് ഞാൻ നിലത്ത് വീണ് വളരെ പ്രയാസങ്ങളൊക്കെ കടന്നുപോയി. ഒടിവോ ചതവോ ഒന്നും സംഭവിക്കാതെ അതിനകത്ത് ദൈവം വെടിവിറ്റു. ഞാൻ എൻ്റെ ബൈക്കിൽ വാഹനം ഇടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 10-12 മീറ്റർ ദൂരമെങ്കിലും പോയിട്ടാണ് വീഴുന്നത്. ടാർ റോഡിലോട്ട് വീഴുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ തലയുടെ വലത്തുഭാഗത്തേക്ക് ഇങ്ങനെ കൈ അങ്ങോട്ട് കൊടുത്തു. എനിക്കറിയാം എൻ്റെ തല നിലത്ത് പോയി ഇടിക്കുമെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ തലയുടെ വലത്തുഭാഗത്തേക്ക് ഇങ്ങനെ കൊടുത്ത് ആ കൈയാണ് ടാർ റോഡിലൂടെ ഇങ്ങനെ ഉരഞ്ഞു. എൻ്റെ കൈയുടെ മുട്ട് എൻ്റെ പള്ളയ്ക്ക് മുട്ടി. എനിക്ക് കുറച്ച് ദിവസങ്ങൾ വേദന ഉണ്ടായിരുന്നു. എന്നാൽ ആ ടാർ റോഡിൽ അങ്ങനെ വന്ന അപകടത്തിൽ തല നിലത്തിടിച്ചിരുന്നെങ്കിൽ ഭയങ്കരമായ സംഭവങ്ങൾ സംഭവിക്കുമായിരുന്നു. എന്നാൽ അവിടെയും അതിന് ദൈവം അനുവദിച്ചില്ല. കാർ അതിനുശേഷം നടന്ന കാർ ആക്സിഡന്റിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് നിന്ന് എൻ്റെ സ്നേഹിതനായ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പറഞ്ഞു, ഒരു അപകടത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയെ തകർത്ത് കളയുവാൻ, പ്രാണനെ എടുത്തു കളയുവാൻ വേണ്ടി ശത്രു വെല്ലുവിളിച്ചതായ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ദൈവദാസന്റെ കൂടെ ഇരുന്നു വിടുവിച്ചു എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ദൈവാലോചന പറയാനിടയായി. ഈ കാര്യങ്ങളൊന്നും ആ ദൈവദാസനുമായി ഞാൻ അതിനു മുൻപ് ഷെയർ ചെയ്തിട്ടില്ല, ആരുമായി ഷെയർ ചെയ്തിട്ടുമില്ല, ഒരു പരസ്യവും ചെയ്തിട്ടുമില്ല. അങ്ങനെ വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ ഇടയായി. ഞങ്ങൾ കുടുംബമായി കച്ചിൽ കർത്താവിന് വേല ചെയ്യുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് ഇതുവരെ പട്ടിണി വന്നിട്ടില്ല. എന്നാൽ ഒരു ദിവസം കുടിക്കുവാൻ കഞ്ഞിയില്ല. എൻ്റെ കയ്യിലുള്ളത് വെറും 2 രൂപ മാത്രമാണുള്ളത്. 2 രൂപ. ആ 2 രൂപ കൊണ്ട് ഞാൻ കടയിൽ പോയി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ഒരു 1/4 കിലോ അരി വാങ്ങിച്ച് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിച്ച അനുഭവങ്ങൾ ഇന്നും അതുപോലെ ഓർമ്മയുണ്ട്. കടക്കാരനോട് ചോദിച്ചു, എന്താണ് ഈ 2 രൂപയുടെ അരി വാങ്ങിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയി കഞ്ഞി വെച്ചിട്ട് നല്ലതാണെങ്കിൽ പിന്നീട് വന്ന് വാങ്ങിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, 1 കിലോ കൊണ്ടുപോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞു. കാരണം അതിനുള്ള പണമേ 2 രൂപ മാത്രമേ എൻ്റെ കൈവശം വന്നുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ അനേക സന്ദർഭങ്ങൾ അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ മകൾക്ക് ഫീസ് അടയ്ക്കുവാൻ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുമ്പനാട്ടിൽ നിന്ന് നമ്മുടെ പാസ്റ്റർ TS എബ്രഹാം പാസ്റ്റർ കുമ്പനാട് ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു 500 രൂപയുടെ ചെക്ക് പാസ്റ്റർ KV എബ്രഹാമിന്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കച്ചിലുള്ളതായ നമ്മുടെ പാസ്റ്റർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തരുന്ന ഒരു ചെറിയ സപ്പോർട്ടാണ് എന്ന് പറഞ്ഞു. ആ 500 രൂപ കൊണ്ടുവരുമ്പോൾ, ചെക്ക് കൊണ്ടുവരുമ്പോൾ ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് അന്നേരം അവിടെ ഇല്ല. ഞാൻ പോയി സ്റ്റേറ്റ് ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് എടുത്ത്, എൻ്റെ സ്നേഹിതനോടെ ഉണ്ടായിരുന്നു, അവിടെ അക്കൗണ്ട് എടുത്ത് ആ ചെക്ക് അവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ചെക്കിന്റെ ക്ലിയറൻസിന് വേണ്ടി 15 രൂപ കട്ട് ചെയ്യും, ബാക്കി പൈസ നമുക്ക് തരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പൈസ ക്ലിയറായി വന്നപ്പോൾ ഞാൻ ആ പൈസയുമായിട്ട് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ ആ സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്ന ജോയ് പീറ്റർ അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഫീസ് അടയ്ക്കാൻ വന്നല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേന്ന് പറഞ്ഞു. എന്നാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നെ ഓഫീസിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, പാസ്റ്റേ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മോൾക്ക് ഫീസിന് ഒരു ഇളവ് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, ഫീസിന് ഇളവ് തരാമെന്ന് പറഞ്ഞു. 125 രൂപയാണ്, 250 രൂപയാണ് ഫീസ്. അതിൽ 125 രൂപ വെച്ച് 3 മാസത്തെ ഫീസ് ഒന്നിച്ചടയ്ക്കാനുള്ളതായ സൗകര്യങ്ങൾ കുമ്പനാട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ ലഭിപ്പാനൊക്കെ ഇടയായി. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. കച്ചിൽ സിവിൽ ഹോസ്പിറ്റലിൽ, ബുജ്ജുള്ള സിവിൽ ഹോസ്പിറ്റലിൽ ട്രാക്സ് ഡിസ്പോസൽ നടത്താൻ വേണ്ടി എല്ലാ ശനിയാഴ്ചയും പോകും. അവിടെ ചെന്ന് ട്രാക്സുകളിൽ കൊടുത്ത്
സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂജാരി അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. ഞാൻ അദ്ദേഹത്തെ അടുക്ക ചെന്ന് സുവിശേഷം പറയാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന് ഭയങ്കരമായ സന്തോഷം തോന്നി. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ 3-4 ആഴ്ച കൊണ്ട് നിങ്ങൾ ഇന്ന് സുവിശേഷം കേൾക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റാമെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം വരാമെന്ന്. നമുക്ക് അദ്ദേഹത്തെ കൊണ്ടത് മാറ്റി പാർപ്പിക്കുവാനുള്ള സൗകര്യങ്ങളൊന്നും നമുക്ക് അന്നുമില്ല, ഇന്നുമില്ല. അങ്ങനെ അനേകരോട് സുവിശേഷം പറയുവാനുള്ളതായ അവസരങ്ങൾ സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകി. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് രാഷ്ട്രീയ വിരോധികൾ, നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ വിരോധികൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയുമായുള്ളതായ വൈരാഗ്യം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അത്രയും വൈരാഗ്യങ്ങൾ ഉള്ളതായ കാലഘട്ടങ്ങളിൽ അവിടെ എല്ലാം മുൻപിൽ ദൈവം എന്നെ വളരെ അത്ഭുതമായിട്ട് സൂക്ഷിച്ചു, പരിപാലിച്ചു. എൻ്റെ കുടുംബക്കാരുടെ മുമ്പിലോ സ്നേഹിതരുടെ മുൻപിലോ നിന്ദിക്കപ്പെടാൻ ഇടയാകാതെ വണ്ണം ഇന്നും അവിടെ മുൻപിൽ ദൈവം ഞങ്ങളെ വളരെ അതിശയകരമായിട്ട് അത്ഭുതമായിട്ട് നടത്തുന്നു. എന്നാൽ ഇപ്പോഴും ഒരു പ്രാർത്ഥന ഇതാണ്, എൻ്റെ രക്തബന്ധത്തിൽ ഉള്ളതായ ആളുകളൊക്കെ കർത്താവിനെ അറിയാൻ തക്കോണം ഇടയാകണമെന്ന് ഉള്ള ഒരു പ്രാർത്ഥന ദിവസം തോറും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അതിനകത്ത് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. ദൈവവചനം പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എൻ്റെ മാതാവും പിതാവും രക്ഷിക്കപ്പെട്ടു 1 വർഷം മുമ്പ്. അതിന്1 വർഷത്തിന് ശേഷമാണ് ഞാൻ രക്ഷയിലേക്ക് കടന്നു റെഡിയായത്. ആ സന്ദർഭത്തിൽ വലിയ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാരിൽ നിന്നുണ്ടായി. അപ്പോൾ കുടുംബക്കാരും ഞങ്ങളുടെ അടുത്തുള്ളതായ കുറെ ആളുകളോട് ചേർന്ന് ഞങ്ങളുടെ പേരിൽ ഒരു മാസ് പെറ്റീഷൻ എഴുതി പോലീസിൽ കൊടുത്തു. അപ്പോൾ അടുത്ത എൻ്റെ സ്നേഹിതനായിരുന്ന SI ആയിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ പേരിൽ ഒരു മാസ് പെറ്റീഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഉറ്റ സ്നേഹിതനായ KT തോമസ് എന്നായ അഡ്വക്കറ്റും KT മൈക്കിൾ എന്ന അഡ്വക്കറ്റുമായി ഞാൻ നിയമോപദേശം തേടി. രണ്ടുപേരും എനിക്ക് നല്ല നിലയിലുള്ളതായ ഉപദേശങ്ങൾ തന്നു. അവരോട് പറഞ്ഞു, അവർ ഇന്ന ദിവസം കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ്. പക്ഷെങ്കിൽ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും പ്രവർത്തിക്കാൻ സമയമുണ്ടെന്ന് പറഞ്ഞു. നിയമോപദേശം എടുത്തുകൊണ്ട് ആ മാസ് പെറ്റീഷൻ കൊടുത്തവരുമായിട്ട് വീണ്ടും ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കേസും വഴക്കുമായി, അടിയും വഴക്കുമായി. അത് കഴിഞ്ഞ് അവർ തന്നെ വീണ്ടും കൂടെ കേസ് കൊടുത്തു, ഞങ്ങളെ ഇന്ന ദിവസം ആക്രമിച്ചു എന്ന് പറഞ്ഞു. കോടതിയിലേക്ക് ആ കേസ് നെടുങ്കണ്ടം കോടതിയിലും കട്ടപ്പന കോടതിയിലുമായിട്ട് ചെന്നു. കട്ടപ്പന DYSPയുടെ അടുക്കലും മൂലമറ്റം SP അടുക്കലുമായിട്ട് കേസ് ചെയ്തു. കേസ് വളരെ കാര്യമായി വന്നപ്പോൾ ഇടുക്കിയിലെ DCC പ്രസിഡന്റും ഇടുക്കി MLA ആയിരുന്നതായ KK തോമസും എൻ്റെ ഉറ്റ സ്നേഹിതനാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്തേക്ക് വരാൻ പറഞ്ഞു. 2 ദിവസം തിരുവനന്തപുരത്ത് താമസിച്ചോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് MLA ക്വാർട്ടേഴ്സിൽ പോയി ഞാൻ 3 ദിവസം താമസിച്ചു. ആഭ്യന്തരമന്ത്രി അന്ന് വയലാർ രവി സാറുമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. പരിചയമുണ്ടെങ്കിലും കുറച്ചുകൂടെ പരിചയം അദ്ദേഹം പെടുത്തി പറഞ്ഞു. അപ്പം രവി സാറ് പറഞ്ഞു, ഇങ്ങനെ അവരെ ഉപദ്രവിച്ചു വന്നിരിക്കുകയല്ലയോ, തെറ്റാല്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ KK തോമസ് പറഞ്ഞു, പോലീസും ആളുകളും ഇന്ന് നമ്മുടെ ഭരണം മാറിക്കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം കമ്മ്യൂണിസ്റ്റിൻ്റെതായി പോകും. പക്ഷെ പിള്ളേര് നമുക്ക് വേണം, അതുകൊണ്ട് നമുക്ക് ഇവരെ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് നല്ല നിലയിൽ വയലാർ രവി സാറ് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് മൂലമറ്റത്തേക്ക് ഫോൺ ചെയ്തിട്ട് സംസാരിച്ചു. ഗോപിനാഥൻ നായ SP സംസാരിച്ചിട്ട് പറഞ്ഞു, ഇന്നാര് വരുന്നുണ്ട്, അവൻ നമ്മുടെ പയ്യനാണ്, അവരുടെ പേരിൽ യാതൊരു നടപടി എടുക്കാൻ പാടില്ല, അവരുടെ പേരിൽ കേസ് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവര് പിന്നെയും കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് ദിവസമാണ് ഇവരെ കയ്യേറ്റം ചെയ്തത് എന്നുള്ളത് അയൽവാസികളോടോ പോലീസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ ഓർഡർ അനുസരിച്ച് അയൽവക്കത്തെല്ലാം വന്ന് പോലീസ് CID വന്ന് അന്വേഷിച്ചു. 2 CID പറഞ്ഞു വിട്ടിട്ട് അവർ വന്ന് അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ അവർക്ക് ബോധ്യമായി ഈ കേസ് കൊടുത്തിരിക്കുന്ന ദിവസം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല.
അതിനുശേഷമാണ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് CID റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ഡേറ്റും രണ്ടാമത്തെ ഡേറ്റും തമ്മിൽ ഒക്കാതെ വന്നതുകൊണ്ട് കോടതിയിൽ ചെന്നപ്പോൾ പറഞ്ഞു, തല്ലിയിരിക്കുന്ന ഡേറ്റ് ഇന്ന ദിവസം, കേസ് കൊടുത്തിരിക്കുന്ന ഇന്ന ദിവസം, 2 ദിവസം മുമ്പാണ് കേസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാം വ്യാജമാണ് എന്ന് നെടുങ്കണ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞായ മജിസ്ട്രേറ്റ് ഉത്തരവിടാനിടയായി. അങ്ങനെ ആ കേസിൽ നിന്നും മോചിതനായിട്ട് മുൻപോട്ട് കടന്നു വരുമ്പോഴാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബൈബിൾ സ്കൂളിൽ കടന്നുപോയി. ബൈബിൾ സ്കൂളിൽ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ പേരിൽ, എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏതാണ്ട് 6ലധികം കേസുകൾ നിലവിലുണ്ട്. ഞാൻ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, എൻ്റെ പേരിൽ കേസുകളുണ്ട്, പോലീസ് കേസുണ്ട്, കോടതി കേസുണ്ട്. എനിക്ക് കോടതിയിൽ പോകേണ്ടതായി വരും. അന്നേരം എനിക്ക് അവധി വേണമെന്ന് പറഞ്ഞാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. സാധാരണയായിട്ട് അങ്ങനെ അഡ്മിഷന് തരത്തില്ല. പക്ഷേ വല്ലപ്പള്ളിയിൽ ഉണ്ടായിരുന്ന പാസ്റ്റർ ജോർജ് വർഗീസ് സാറ് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു അവസരം തരാം എന്ന് പറഞ്ഞു. അത് എളുപ്പം ആ കേസ് കോംപ്രമൈസ് ആക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ഒരു 6 മാസത്തിനുള്ളിൽ ആ കേസുകളും എല്ലാം തള്ളിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. രാഷ്ട്രീയക്കാരുടെ കൊട്ടേഷൻ സംഘം എന്നെ നാട്ടിൽ വെച്ച് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വളഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും കയ്യിൽ അകപ്പെടാൻ ഇടയാകാതെ, അവിടെ ആരുടെയും ദേഹോദരങ്ങൾ ഏൽക്കാൻ ഇടയാകാതെ ഒക്കെ ദൈവം എന്നെ അത്ഭുതമായിട്ട് വിടുവിക്കുകയും പരിപാലനം ചെയ്തതൊക്കെ ഞാൻ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. സുവിശേഷ വേലയുടെ ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കാരണമായതിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത്, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന്. അപ്പൊ എൻ്റെ കുടുംബക്കാരും ചിലര്, നമ്മളോട് അനുകൂലമായി നിൽക്കുന്ന ചില ആളുകളും മാതൃസഭയിലുള്ളതായ ആളുകളും ഒക്കെ പറയുമായിരുന്നു, കേരളത്തിലൊക്കെയും സുവിശേഷ വേല ചെയ്യുവാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ മാതൃസഭയിൽ തന്നെ 2 സെൻട്രൽ പാസ്റ്റർമാരുണ്ട്, 3 ഉണ്ടായിരുന്നു, ഇപ്പൊ 2 പേരുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഏത് ഡിസ്ട്രിക്റ്റിൽ ചോദിച്ചാലും നിങ്ങൾക്കൊരു സഭ തരും, അതുകൊണ്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, ദൈവം എന്നെ വിളിച്ചത് നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനിടയായി. ആ പോകാനുള്ളതായ ഒരു സാഹചര്യം, ഒരു ദിവസം ആരാധനയിൽ വെച്ച് ദൈവാത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു. അടുത്ത സൺഡേയിലെ ആരാധന ന്യൂഡൽഹിയിലായിരിക്കും ആരാധനയെ സംബന്ധിക്കുക. അപ്പൊ ആ സൺഡേയിൽ ദൈവാലോചന കേട്ടിട്ട് ഞാൻ ഇങ്ങനെ വളരെയധികം ചിന്താകുലനായി. എനിക്ക് ഡൽഹിയിൽ പോകാൻ ആരെയും ഒരു പരിചയമില്ല, പിന്നെ എങ്ങനെയാണ് പോകാൻ സാധിക്കുന്നത്? അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനായിരുന്ന പാസ്റ്റർ എബ്രഹാം എന്ന് പറഞ്ഞ പാസ്റ്റർ, ഇന്ന് അദ്ദേഹം അമേരിക്കയിലാണ്, പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഒരു അറിവ് എനിക്കില്ല. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് എന്നെ വന്ന് കണ്ടിട്ട് ചോദിച്ചു, നോർത്തിലേക്ക് വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പാസ്റ്റേ, നോർത്തിലേക്ക് വരാമെന്ന്. എന്നാൽ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി അദ്ദേഹം ഡൽഹിയിലേക്ക് കടന്നുപോയി. ഡൽഹിയിൽ പോയി ആരാധന സംബന്ധിപ്പാൻ ദൈവാലോചന പോലെ പ്രവർത്തിപ്പാൻ ഇടയായി. ഡൽഹിയിൽ കുറെ നാളുകൾ പ്രവർത്തിച്ച് നിൽക്കുമ്പോഴാണ് ദൈവാത്മാ പറഞ്ഞു, ഗുജറാത്തിലേക്ക് പോകണം. ഗുജറാത്ത് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഡൽഹി എന്ന മനോഹരമായ ഒരു പട്ടണം വിട്ട് ഗുജറാത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ വിഷമം തോന്നി. ഒരു പരിചയമില്ലാത്ത നാടല്ലയോ എന്ന് വിചാരിച്ചു. ഡൽഹിയിൽ മുഴുവൻ സൈക്കിൾ ചവിട്ടി ടാക്സിൽ കൊടുത്ത് ദിവസവും ഇങ്ങനെ സൈക്കിൾ യാത്ര ചെയ്ത് പോയത് ആ ഒരു പട്ടണമാണ്. എന്നാൽ അതിനുശേഷം ഗുജറാത്തിൽ വന്നിട്ട് 89 ഗുജറാത്തിൽ വന്നു. 89 മുതൽ ഇന്ന് വരെ ഗുജറാത്തിൽ കർത്താവിന്റെ വേലയോട് ബന്ധത്തിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി വഴി നടത്തി. ഞങ്ങളിപ്പോൾ പാർക്കുന്നത് അങ്കലേശ്വറിലാണ്. JDS ഭാഗത്ത് താമസിക്കുന്നു. ഇവിടെ താമസിപ്പാൻ തക്കവണ്ണം നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത്. 2 റൂം ഹാൾ കിച്ചണുള്ളതായ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി സിറ്റിയിൽ തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ട്. ആ റൂം നമ്മുടെ സ്വന്തമാണ്. അതിൻ്റെ കുറച്ച് പൈസ അടച്ചു തീർക്കാൻ തക്കവണ്ണം ബാക്കിയുണ്ട്. അവിടെ വെച്ചാണ് നമ്മളിപ്പോൾ ആരാധനകളെല്ലാം നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം നടക്കുന്നത്. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾ വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ജീവിതത്തിൽ സമാധാനമില്ലാതിരുന്ന ഒരനുഭവത്തിൽ നിന്ന് ദൈവിക സമാധാനത്തിലേക്ക് വരുവാൻ തക്കവണ്ണമായിട്ട് കർത്താവ് സഹായിച്ചു. ഇതിനിടയ്ക്ക്
ഗുജറാത്തിൽ വന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ഓർമ്മയിൽ വന്നു. അതുകൊണ്ട് ഞാൻ പറയാം. ഗുജറാത്തിൽ കൽവോൾ എന്ന സ്ഥലത്ത് വന്ന് ടൈഫോയിഡ് ബാധിച്ച് തീരെ അസ്വസ്ഥതയായി. ചികിത്സിപ്പാൻ്റെ പണമില്ല, സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നു. എന്നാൽ ആ ടൈഫോയിഡ് എന്ന രോഗത്തിൽ നിന്നും കർത്താവ് സൗഖ്യം നൽകി. പിന്നീട് ഒരിക്കൽ 2 പ്രാവശ്യം മലേറിയ വന്നു. മലേറിയ എന്ന രോഗം വളരെയധികം പ്രയാസപ്പെട്ടു. അതിനകത്തും ദൈവം പിടിവിച്ചു. അതേ സ്ഥലത്ത് വെച്ച് തന്നെ കോളറ എന്നതായ രോഗം വന്നു. ഞങ്ങൾ താമസിക്കുന്ന സൊസൈറ്റിക്കകത്ത് മുഴുവനുള്ള ആളുകൾക്ക് കോളറ വന്നു. ഞങ്ങൾക്കും കോളറ വന്നു. കോളറയ്ക്ക് ആരംഭിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ഡോക്ടറുടെ അടുക്കൽ കടന്നുപോയി, മരുന്ന് വാങ്ങി, ഇഞ്ചക്ഷനും എടുത്ത് തിരിച്ച് സൈക്കിളിൽ യാത്ര ചെയ്തു വരുമ്പോൾ വീടിനോട് 1 കിലോമീറ്റർ ദൂരെ വെച്ച് എനിക്ക് തല കറങ്ങി. ഞാൻ എൻ്റെ സൈക്കിൾ റോഡ് സൈഡിൽ വെച്ചിട്ട് ഒരു കല്ലേൽ ഇങ്ങനെ ഇരുന്നു. വഴിയെ പോകുന്ന ആളുകളെല്ലാം ഇങ്ങനെ നോക്കുന്നു. ആരും ഒരു സഹായത്തിന് എന്താണെന്ന് ചോദിക്കില്ല. കാരണം അവിടെയുള്ള ആളുകൾ ഇങ്ങനെ മദ്യപിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയും കിടക്കുകയും ചെയ്യാറുള്ളതാ. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കുറെ നേരമായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എങ്ങനെയൊന്ന് വീട്ടിൽ ചെന്നെത്തും, കാല് നിലത്ത് ഉറയ്ക്കുന്നില്ല, തല കറങ്ങുന്നുണ്ട്, ആരുമായി സംസാരിപ്പാൻ റെക്കോർഡ് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആ സൊസൈറ്റിയുള്ളതായ ഒരു മലയാളി സ്നേഹിതൻ, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആൾ, അദ്ദേഹം സ്കൂട്ടറിൽ അതുവഴി വന്നിട്ട് എന്നെ കണ്ടിട്ട് ചോദിച്ചു, എന്താ പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കിതുപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വരികയാണ്, എനിക്ക് തല കറങ്ങുന്നു, കോളറയുടെ പ്രയാസമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബൈക്കിൽ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി 3 ദിവസം 4 ദിവസത്തോളം ആ അസ്വസ്ഥയാൽ വളരെയധികം ഭാരപ്പെട്ടു. ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾ അന്ന് ആ ദേശത്ത് അഭിമുഖീകരിപ്പാൻ ക്രമണയായി. അതിനകത്തുനിന്നെല്ലാം ദൈവം വളരെ അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. എന്നാൽ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സമ്പത്തുകളുടെ നഷ്ടം, സ്നേഹിതരുടെ നഷ്ടം, കുടുംബ ബന്ധങ്ങൾ അകലപ്പെട്ടു. ഇതൊക്കെ സംഭവിച്ചപ്പോഴും ദൈവനോട് പറഞ്ഞൊരു കാര്യം, അബ്രഹാമിനെ വിളിച്ചിറക്കിയതുപോലെയാണ് ഞാൻ നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ മാനിക്കും, സഹായിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, സമ്പത്തിനെ നീ നോക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് സമയങ്ങളിനോട് സംസാരിച്ചു. 1, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. 2, നിന്റെ സമ്പത്ത് നഷ്ടപ്പെടും. 3, നിന്റെ സ്നേഹിതർ നഷ്ടപ്പെടും. ഇത് 3ഉം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ സുവിശേഷവലിക്ക് പ്രയോജനപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ 3 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. എന്നാൽ അതും വളരെ താമസമേന 3 മാസം കൊണ്ട് ആ പഴയ ശരീരഘടനകളെല്ലാം ഒന്ന് മാറി. സമ്പത്തുകൾ 3 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു. സ്നേഹിതര് ഈ പറഞ്ഞ പോലെ ഒരു 3 മാസം പോലും എടുത്തില്ല. എല്ലാവരും മാറി. രാഷ്ട്രീയക്കാരും മാറി, കുടുംബക്കാരും മാറി, അയൽവാസികൾ മാറി, എല്ലാവരും മാറി. ഒറ്റപ്പെട്ട ഒരു അനുഭവം പോലെ കടന്നു വന്നപ്പോൾ ദൈവത്തിന് എന്നോട് സംസാരിപ്പാനുണ്ടായിരുന്നു. പത്മോസിലേക്ക് യോഹന്നാനെ ദൈവം അയച്ചതുപോലെ നമ്മളെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്ന വേളയിൽ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തി ദൈവത്തിന് സംസാരിപ്പാൻ്റെ കോണം ഉണ്ട്. അതുകൊണ്ട് ഗുജറാത്തിൽ കടന്നു വന്ന് ഗുജറാത്തിൽ 10ാമത്തെ സ്ഥലമാണ് ഇപ്പോൾ യംഗ്ലേശ്വർ എന്ന സ്ഥലത്ത്. ഗാന്ധിനഗറിലും ഒക്കെ ശുശ്രൂഷിപ്പനിടയായി. ആ സമയത്തൊക്കെയും ദൈവകൃപയാൽ നല്ല നല്ല നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിപ്പാനും സുവിശേഷം പങ്കിടുവാനും ഒക്കെ ഉള്ളതായ അവസരങ്ങൾ ദൈവം ദാനമായി നൽകി തന്നു. എൻ്റെ ഒരു ഭയം ഇത് മാത്രമായിരുന്നു, ഈ രാഷ്ട്രീയക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ ചായ്വ് ഇനിയും പഴയതുപോലെ എനിക്ക് അവരുമായി ഉണ്ടാകുമോ എന്നുള്ളതായ ഒരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കണമെന്നുള്ളതായ ചിന്ത അന്നും ഇന്നുമുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ് നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തികൾ എന്ന് മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് നോർത്ത് ഇന്ത്യയിൽ
പല പട്ടണങ്ങളിൽ പ്രവർത്തിച്ചു. ഒരിക്കൽ രാംനഗറിൽ കർത്താവിന് വേല ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷന്റെ വിഷയത്തിൽ ഭയങ്കര പ്രയാസമായി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അഡ്മിഷൻ കിട്ടാൻ പ്രയാസം. എന്നോട് ദേവാത്മാ പറഞ്ഞു, അതേ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുമെന്ന്. ഞാൻ അവിടെ പോയി വാതിക്കൽ നിൽക്കുമ്പോഴും പ്രിൻസിപ്പൾ എന്നെ കണ്ടിട്ട് യാതൊരു മൈൻഡും ചെയ്യുന്നില്ല. ഞാൻ ചിന്തിച്ചു, എന്താണ് അദ്ദേഹം എന്നെ കണ്ടൊന്നും മിണ്ടുന്നു പോലും ഇല്ലല്ലോ. വളരെ വിഷമിച്ച് ഞാൻ നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പാസേ വിഷമിക്കും? ഞാൻ പറഞ്ഞു, കൊച്ചിന് അഡ്മിഷന് വേണ്ടി വന്നതാ, ഇവിടെ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മനസ്സിന് ചെറിയ ഭാരം തോന്നി. സുവിശേഷ വേല ചെയ്യുമല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാ വരാൻ പറഞ്ഞു വിളിച്ചിരുത്തി കുഞ്ഞിനെ അവിടെ അഡ്മിഷൻ തരാനിടയായി. അതുപോലെ കച്ചിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നു, നമുക്കൊരു സൗകര്യം ആരാധനയ്ക്കില്ല. അവിടെയുള്ളതായ ആ സ്കൂളിൽ ഒരു സ്കൂളിൽ ആരാധന നടത്താൻ വേണ്ടി സൗകര്യം ചോദിച്ചു. കത്തോലിക്കര സ്കൂളിൽ ജോയി പീറ്റർ എന്നായ അച്ഛൻ ഞാൻ ചോദിക്കാൻ വേണ്ടി പോയി. അതിനു മുൻപ് എന്നോട് ദീപാത്മ പറഞ്ഞു, ആ സ്കൂള് ചോദിച്ചാൽ ആരാധനയ്ക്ക് തരും. മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം തരും. ആദ്യം 2 പ്രാവശ്യം ചോദിക്കുമ്പോഴും തരത്തില്ല. മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി തരാമെന്ന് പറയുന്നു. ആദ്യം ഞാൻ ചോദിച്ചപ്പോഴോ പറഞ്ഞു, രാജ്കോട്ടെ ബിഷപ്പിന്റെ പെർമിഷൻ എടുക്കാതെ തരാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ സിമെന്റ് എല്ലാം വെച്ചിരിക്കുകയാണ്, നമുക്ക് തരാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. മൂന്നാമത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, 1.5 മാസത്തിനുള്ളിൽ മൂന്നാമത്തെ പ്രാവശ്യം ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്കും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവസരമാണ് നിങ്ങളോട് ചോദിച്ചത്. ഇത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇത് നൽകണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മർത്തോമാക്കാർ വന്നിട്ട് 3 മാസം പോലും മീറ്റിംഗ് നടത്തിയില്ല. പിന്നെ പെന്തിക്കോസുകാർക്ക് മീറ്റിംഗ് നടത്താൻ തന്നു കഴിഞ്ഞാൽ 1 മാസം പോലും പാസേ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം അച്ഛാന്ന് പറഞ്ഞു. ഞങ്ങൾ തങ്ങളിൽ നല്ല സ്നേഹിതരാണ്, വളരെ ആത്മാർത്ഥ സ്നേഹിതരാണ്. പിന്നെ എന്നോട് പറഞ്ഞു, പാസുമായിട്ട് എന്തുവാ ഞാൻ പറയുന്നത്, പാസുവായിട്ട് എന്താ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം, ഇവിടെ ആരാധന തുടങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മളവിടെ ആരാധന തുടങ്ങിയപ്പോൾ മർത്തോമാക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് 3 മാസം പോലും തന്നില്ല, പിന്നെ പെന്തിക്കോസുകാർക്ക് 2 ആഴ്ച പോലെ അവർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവിടെ കോൺവെന്റ് സ്കൂളിന്റെ അടുത്ത് നടക്കുന്നതായ ക്ലാസ് റൂമിൽ 4 വർഷം ആരാധന നടത്താണ്ട് കോണം ദൈവമിടയാക്കി 30% മീറ്റിങ്ങുകളും സ്പെഷ്യൽ മീറ്റിങ്ങുകളും എല്ലാം നമ്മൾ അവിടെ വെക്കും. 30% മീറ്റിംഗൊക്കെ തൊട്ടടുത്തുള്ള കോൺവെന്റിലുള്ളവർക്കെല്ലാം ഈ ശബ്ദം കേൾക്കാം. ഒരു കുഴപ്പവും അവർക്കില്ലായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ ആ ദേശത്ത് അങ്ങനെ ഒരു സൗകര്യം ദൈവം തന്നു. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിനയപ്പെട്ടത് കൊണ്ട് ദൈവം അതാത് സമയങ്ങളിൽ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു. അതാണ് സന്തോഷത്തോടെ പറയുവാൻ കോണമുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടായിട്ട് എനിക്ക് പറയുവാൻ കോണമുള്ളത്, വിളിച്ച് ഇറക്കിക്കൊണ്ടുവന്ന ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ജീവിതത്തിൽ ഭാരങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുമ്പോൾ വിളിച്ചവങ്കിലേക്ക് മാത്രം നോക്കുക. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. സ്നേഹിതർ മാറും, കുടുംബക്കാർ മാറും, രാഷ്ട്രീയക്കാർ മാറും. ഒരു വശങ്ങൾ ജീവിതത്തിൽ ജീവന് വരെ ഭീഷണിയായി വരുന്ന സംഭവങ്ങൾ കടന്നു വരുമ്പോഴും ഓർക്കുക, നമ്മുടെ കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരുന്ന് ദൈവം നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ നാമത്തിൽ എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത് ഇതാണ്: വിളിച്ച ദൈവത്തെ നോക്കുക. കർത്താവ് ലജ്ജിക്കാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയും ഈ ലോകത്തിലുണ്ട്. ഇതിനൊക്കെയും നമ്മൾ തരണം ചെയ്ത് വിശ്വാസത്തിൽ നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എനിക്കിങ്ങനെ സമയം നൽകിയതായ അരോമ ടിവിയുടെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനോട് എൻ്റെ അകമഴിഞ്ഞ
സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയത് ബാംഗ്ലൂരിലുള്ളതായ പാസ്റ്റർ ജോഷുവ ജോൺ ആണ്. ഡേവനോട് പറഞ്ഞു സാക്ഷ്യത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറയണമെന്ന്. ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. രാഷ്ട്രീയ ജീവിതത്തിൽ ജീവിച്ച കാലഘട്ടങ്ങളും കേസുകളും വഴക്കുകളും ഒന്നും നമുക്കെല്ലാം ഒന്നും പറയാൻ ഒക്കത്തില്ല. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാനുണ്ട്. എങ്കിലും രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് പറയാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ഇടയായി. എനിക്കിങ്ങനെ സമയം നൽകിയ ദേവദാസന് ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനത്തെയും ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇപ്രകാരം കർത്താവ് നടത്തിയതായ വിധങ്ങളെക്കുറിച്ച് സംസാരിപ്പാൻ അങ്ങ് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ TV പ്രോഗ്രാമിൽ കൂടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതായ ജീവിതങ്ങൾക്കെല്ലാം ഒരു വലിയ സമാധാനവും വലിയ സന്തോഷവും വലിയ പ്രത്യാശയും അവിടുന്ന് പ്രദാനം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയങ്ങളുടെ മുൻപിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ ദൈവിക വിടുതലെ കുറിച്ച് കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കത്ത ആനന്ദം അവർക്ക് ദൈവം പ്രദാനം ചെയ്യണമേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, പരിപാലിക്കണമേ. തിരുനാമം ഞങ്ങളുടെ മധ്യ മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം വർഗീസ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയും കർത്തൃദാസനുള്ളതായ നന്ദി സ്നേഹം കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തില് കേരളക്കരയിൽ ജനിച്ച് കോട്ടയത്ത് വളർത്തപ്പെട്ട് ഇടുക്കിയിലും അതിനുശേഷം മുന്നോട്ട് ഉള്ളതായ ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവബഹുലമായ ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. നമ്മൾ ഏത് പാർട്ടിയിൽ, ഏത് ദേശത്ത്, ഏത് സാഹചര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, ഏതെല്ലാം നിലകളിൽ നമ്മൾ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ അത് സാധാരണഗതിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഉപരിയായി കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. ഒരു ദൈവവേദനായി തീരുവാൻ ദൈവം കൃപ ചെയ്തു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ ഒരു മകനായി തീരുവാൻ, കർത്താവിൻ്റെ ഒരു ദാസനായി ശുശ്രൂഷക്കാരനായി തീരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യകരമായ അനുഭവം. ആ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി 40-ലധികം വർഷമായി വടക്കേ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പാർത്തുകൊണ്ട് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു എന്നുള്ളത് അറിയുവാൻ കഴിഞ്ഞത് ഓർത്തിൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആക്കിയ ഇടങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുവാനൊക്കെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഇനിയും നിലകൊള്ളുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് ജീവിതാനുഭവം അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കിട്ടതിന് കർത്തൃത്വത്തിനുള്ളതായ നന്ദി സ്നേഹം കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TV പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേറിട്ട അനുഭവമായി തീർന്നു നിങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നതുപോലെ മറ്റനേക പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങൾ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നതിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.